ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ വളരെ ഉത്സാഹത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ ശ്രദ്ധയോടെ ചില നിമിഷങ്ങൾ നാം ദൈവസന്നിധിയിൽ ചെലവിടുന്നുവെങ്കിൽ കർത്താവ് നമ്മളോട് വാസ്തവമായി ഇടപെടുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഹൃദ്യമായി ഇടപെടുവാനായി നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായി സമർപ്പിച്ച് വളരെ ഏകാഗ്രതയോടെ പ്രാർത്ഥനയോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനായിട്ട് കഴിയും. ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ താല്പര്യം കൂടെ ദൈവം പരിഗണിക്കും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ വളരെ പാസീവായിട്ട് വളരെ ആലസ്യത്തോടെ നാം ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നൊന്നും ഗ്രഹിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഹൃദയത്തിനുള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ എന്നോട് എന്തെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണമേ. ദൈവം ഹൃദ്യമായി നമ്മുടെ മനസ്സുകളോട് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടാൻ കഴിയുന്ന ദൈവമാണ്. വളരെ പ്രാർത്ഥനയോടെ ഏകാഗ്രത ഹൃദയത്തോടെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മളോട് ഇടപെടാൻ സംസാരിക്കാനായിട്ട് കഴിയും. ഇന്ന് മനോഹരമായൊരു സങ്കീർത്തനമാണ് ഞാൻ വായിച്ചതെങ്കിലും ഞാൻ ആ സങ്കീർത്തന ഭാഗത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തിലെ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഞാൻ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനാധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം ഹീബ്രൂസ്, ബുക്ക് ഓഫ് എപ്പിസിൽസ് ടു ഹീബ്രൂസ് ചാപ്റ്റർ 4 4-ാമത്തെ അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെ വേഴ്സ് 13 to 16. ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 13 to 16. എബ്രായ ലേഖനം 4-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. എന്നെ ഇന്ന് ഈ പകൽക്കാലം വളരെ പ്രചോദിപ്പിച്ചൊരു വാക്കാണ് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. ഡ്രോ നിയർ ടു ദി ജീസസ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മൾ വിവിധങ്ങളായ പരിശോധനകൾ പ്രശ്നങ്ങളൊക്കെയും നമ്മൾ ഒന്നല്ല മറ്റു പല നിലകളിൽ നമ്മളെല്ലാം അനുഭവിക്കുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നത് ഏത് സമയത്തും നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരു റിസോർട്ട്, നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്ന ഒരു സങ്കേതമെന്ന് പറയുന്നത് അത് യേശുവിൻ്റെ സന്നിധിയാണ്. ഇന്ന് ഈ പകൽക്കാലം ഈ വൈകവേളയിൽ ഞാൻ നിങ്ങളോട് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ലേഖന കർത്താവിനോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധനായ പൗലോസാണ് ഈ ലേഖനം എഴുതിയതെന്നൊക്കെ നമുക്ക് പരക്കെ മനസ്സിലാക്കാനായിട്ടും ചിന്തിക്കാനായിട്ടും കഴിയും. എങ്കിൽ തന്നെയും ഈ ലേഖനത്തിൻ്റെ കർത്താവ് രചയിതാവായിരിക്കുന്ന പൗലോസോ അല്ലെങ്കിൽ മറ്റാരോ ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിയോട് തന്നെ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ പൗലോസ് എന്ന് തന്നെ ഇരിക്കട്ടെ, പൗലോസേ എന്തുകൊണ്ട് വൈ യു സേ ദാറ്റ് we can draw near to Jesus? യേശുവിൻ്റെ അടുക്കലേക്ക് എന്തുകൊണ്ട് നമുക്ക് അടുത്ത് ചെല്ലാൻ, ധൈര്യത്തോടെ അടുത്ത് ചെല്ലാനായി, ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എന്തുകൊണ്ട് ധൈര്യമായിട്ട് ചെല്ലാനായിട്ട് കഴിയും? Praise the Lord. So we need to just reflecting, or we are just reflecting the reason to draw to Jesus. യേശുവിൻ്റെ അടുക്കലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? Praise the Lord. ഈ ലേഖനത്തിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. കാരണം ആ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ കുറച്ചുകൂടെ ആഴത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ മാർമിക വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എബ്രായ ലേഖനം എഴുതുന്ന പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ ഒരു വളരെ ഇൻറ്റൻസീവായിട്ടുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ വളരെ ശക്തമായ പീഡനം ദൈവസഭയ്ക്ക് നേരെ നടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ലേഖനം രചിക്കപ്പെടുന്നത്. സോ ദിസ് epistle was written in a context where church is facing an intensive persecution. ഈ പെർസിക്യൂഷൻ പല നിലകളിലുണ്ട്.
ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പെർസിക്യൂഷനുണ്ട്, സ്ലോലി ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന പെർസിക്യൂഷനുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ എബ്രായ ലേഖനകർത്താവിൻ്റെ ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ബൈബിൾ പശ്ചാത്തലത്തിൽ, ഈ ഒരു ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിൽ എന്താണ് അവിടുത്തെ വലിയ പെർസിക്യൂഷൻ എന്ന് പറയുന്നത്? ജീവിക്കാനുള്ള ജീവിതം, അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കാൻ, ജീവിക്കാനുള്ള അവസരമില്ലാതിരിക്കുന്നതാണ് ആ പ്രത്യേകമായ പീഡന കാലഘട്ടം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമുക്കൊരു സാധനം മേടിക്കാൻ കഴിയത്തില്ല, മറ്റൊരു സാധനം വിൽക്കാൻ കഴിയത്തില്ല. ഒന്ന് വിചാരിച്ച് നോക്കിക്കേ, നമുക്ക് ഒരു സാധനം പോലും, ഒരു കടയിൽ നിന്ന് പോലും ഒരു സാധനം പോലും മേടിക്കാൻ പറ്റാത്തതായ ഒരു ഉപരോധം നമുക്കുണ്ടായാൽ ആ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്ക് എവിടെ ചെന്നാലും ഇല്ല, നീ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിനക്ക് ഞാൻ ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞ് ഈ അന്ന് എബ്രായ, അല്ലെങ്കിൽ അന്ന് റോമൻ പലസ്തീനിയൻ പ്രദേശത്തുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികൾക്ക് നേരെ വളരെ ശക്തമായ പ്രതികൂലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരു വസ്തു മേടിക്കാൻ അവർക്ക് കഴിയത്തില്ല, അവർക്കൊന്നും വിൽക്കാനും കഴിയത്തില്ല. പലരും ഇങ്ങനൊരു സന്ദർഭങ്ങളിൽ ക്രിസ്തീയ ജീവിതം തന്നെ വേണ്ട എന്ന് വെച്ചു. കാരണം ജീവൻ മുമ്പോട്ട് നിലനിർത്തണമെങ്കിൽ, ജീവിതം മുന്നോട്ട് കഴിക്കണമെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് അവരിൽ പലരും വിശ്വാസം ത്യജിച്ച് കളഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിശ്വാസം വേണ്ട എന്ന് വെച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. അതുപോലുള്ള പീഡനങ്ങൾ, പ്രതികൂലങ്ങൾ അവർക്ക് നേരെ ഉണ്ടാകുകയാണ്. അതുമാത്രമല്ല, അവർ ആർക്ക് പോലും, ഒരാൾക്ക് പോലും പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവാണെന്ന് വിളംബരം ചെയ്യാൻ, പ്രഖ്യാപിക്കാൻ, മറ്റൊരാളോട് പറയാൻ, ഒരു പബ്ലിക് ഡിക്ലറേഷൻ നടത്താൻ ആർക്കും അവസരമുണ്ടായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഉടനെ തന്നെ അവനെ പിടിച്ചുകൊണ്ട് ജയിലിലടയ്ക്കും, അവനെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ അവനെ കൊന്നുകളയും. സോ there was a strict persecution and they even stopped proclaiming publicly that Jesus is my Lord. ഇങ്ങനെയുള്ള ഒരു വലിയ പെർസിക്യൂഷൻ നടക്കുന്ന ഒരു സമയത്താണ് ഈ ലേഖനം എഴുതപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് ചിന്തിച്ചപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ ഒരു പെർസിക്യൂഷനൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ വടക്കേ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലുമൊക്കെ, ചില രാജ്യങ്ങളിലൊക്കെയും വലിയ പീഡനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ ഇങ്ങനൊരു പീഡനത്തിൻ്റെ അനുഭവത്തിലൂടെ കടക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് ഈ പറയുന്ന പീഡനങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. But at the same time, we are just reluctant to proclaim Jesus is our Lord. ദൈവം യേശു എൻ്റെ കർത്താവാണ് എന്ന് പറയാൻ, പീഡനങ്ങളില്ലാതിരിക്കെ, പീഡനങ്ങളൊന്നും സംഭവിക്കാതിരിക്കുമ്പോൾ തന്നെയും നമുക്ക് പറയാൻ പലപ്പോഴും കഴിയുന്നില്ല. നോക്കിക്കോണം, എബ്രായ ലേഖനം എഴുതുന്ന പശ്ചാത്തലത്തിൽ ഹല്ലേലൂയ, അങ്ങനെ ഒരു വാക്കൊരാളുടെ വധരത്തിൽ നിന്ന് ഉരുവിട്ട് വന്നാൽ അവനെ കൊന്നുകളയുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് നമുക്ക് ചുറ്റുപാടും അങ്ങനെ ഒരു പീഡനങ്ങൾ നടക്കുന്നില്ലെങ്കിലും പലപ്പോഴും we are just tempted to live outside to proclaim our absolute faith. നമ്മുടെ ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയെ, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് അറിയിക്കാൻ കഴിയാതെ പോകുന്ന സന്ദർഭത്തിലാണ് നാം ആയിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടം വിശ്വാസം ഇങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നതെന്ന് ഇതിനോട് ചേർന്ന് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ രാത്രികാലം നമ്മൾ ഈ പൗലോസിനോട് ചോദിക്കുന്നൊരു കാര്യം, പൗലോസേ, നീ പറഞ്ഞു ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെയെങ്കിൽ വാട്ട് ആർ ദ റീസൺസ്? എന്ത് കാരണങ്ങൾ കൊണ്ടാണ് യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലാനായിട്ട്, ഏത് വിഷയത്തിൻ്റെ സാഹചര്യത്തിലും യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഈ രാത്രികാലവും ഈ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്? വൈ ഡു ദിസ് വേർഡ്സ് ഈവൻ എക്സോർട്ടിങ് ടിൽ ടുഡേ ദാറ്റ് വി നീഡ് ടു ഡ്രോ നിയറർ ടു ജീസസ്? 3 കാര്യങ്ങൾ ഞാൻ അതിനോടുള്ള ബന്ധത്തിൽ എൻ്റെ ചിന്തയിലും എൻ്റെ ധ്യാനത്തിലും എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞ 3 കാര്യങ്ങൾ ഇന്ന് ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച വാക്യം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. പ്രഥമ ദൃഷ്ടിയാലെ ഈ വാക്യം വായിക്കുമ്പോൾ at the very outset we would feel that it is a judgmental command. ഒരു വലിയൊരു ന്യായവിധിയുടെ വാക്കാണെന്ന് നമുക്ക് തോന്നും. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ മുമ്പിൽ അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. So everything is plain and clear before the Lord's sight.
അപ്പോൾ ദൈവത്തിന് മുമ്പിൽ ഒരു കളിപ്പിരി പരിപാടി നടക്കത്തില്ല, ദൈവത്തിനെല്ലാം കാണാം. അപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോൾ ഇച്ചിരി ഒരു ജഡ്ജ്മെൻ്റലായിട്ടുള്ളൊരു വാക്കാണെന്ന് തോന്നുമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ പ്രകാശനം ലഭിച്ചൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സകലം, ഫോർ ഹിസ് ഐസ് നത്തിങ് ഈസ് ഹിഡൻ. ഒന്നും ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ എന്തല്ല, മറവല്ല. ദർ ഇസ് നത്തിങ് ഹിഡൻ ബിഫോർ ദ ഐസ് ഓഫ് ദ ലോർഡ്. ഐസ് ഓഫ് ദ ലോർഡ് മിസ് നത്തിങ്. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒന്നും മാറിപ്പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, പ്രൈസ് ദി ലോർഡ്, ഹീ ഈസ് ഏബിൾ ടു സീ യുവർ പാത്സ്. നമ്മുടെ വഴികൾ അവൻ നന്നായി അറിയുന്ന ദൈവമാണ്. ഹി ഹാസ് ദ എബിലിറ്റി ടു സീ യുവർ പാത്വേസ്. നമ്മുടെ വഴികൾ നന്നായിട്ട് ദൈവത്തിന് കാണാൻ കഴിയും. ദൈവത്തിന് ഒരിക്കലും നമ്മളിൽ നിന്ന് ഒരു ദൃഷ്ടി മറഞ്ഞു പോകത്തക്ക നിലയിൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ദൈവത്തിൻ്റെ നോട്ടം ഒരിക്കലും മാറിപ്പോകുകയില്ല. പ്രൈസ് ദി ലോർഡ്. സാധാരണ പലയിടങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നൊരു കാര്യമാണല്ലോ, യു ആർ അണ്ടർ CCTV സർവൈലൻസ് അല്ലേ. പലങ്ങളിൽ നമ്മൾക്ക് കാണാറുണ്ട്, നമ്മളെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരാൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ദൈവം വാസ്തവത്തിൽ നാം ആയിരിക്കുന്നതും നാം സഞ്ചരിക്കുന്നതും നാം പോകുന്ന എല്ലാ ഇടങ്ങളിലും ദൈവം നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിൽ നിന്ന്, മറവിൽ നിന്ന്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഒരു വ്യക്തിക്ക് പോലും മാറി സഞ്ചരിക്കാൻ കഴിയത്തില്ല. അത് എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു ഉറപ്പ് കൂടി അതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പോകുന്ന ഏത് വഴികളിലും, ഞാൻ സഞ്ചരിക്കുന്ന ഏത് മേഖലകളിലും എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അവൻ്റെ നോട്ടം എൻ്റെ മേലുണ്ട്. ഐ ആം അണ്ടർ ദി സർവൈലൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നോട്ടം എൻ്റെ പാതകളിൽ മുഴുവനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മുടെ ചോദ്യം, എന്തുകൊണ്ട് ഞാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം, അവൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം? അതിന് ഒന്നാമത്തെ കാരണം, ഹിസ് ഐസ്, അല്ലെങ്കിൽ ഹി ഈസ് ഏബിൾ ടു സീ യുവർ പാത്വേസ്. നമ്മുടെ എല്ലാ വഴികളിലും അവൻ്റെ ദൃഷ്ടി എൻ്റെ മേലുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാരും കൂട്ടരും കൂടെ അല്ല പടകിൽ കയറി അക്കരയ്ക്ക് പോകാമെന്ന് യേശു പറഞ്ഞു. വാസ്തവത്തിൽ ഇൻ ഫിസിക്കൽ റെലം യേശു അവരോടൊപ്പം യാത്ര ചെയ്തില്ല, പടകിൽ യാത്ര ചെയ്തില്ല. പ്രൈസ് ദി ലോർഡ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പടകിൽ കയറി അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അക്കരയ്ക്ക് പോകുന്ന സന്ദർഭത്തിൽ വലിയ കാറ്റും കോളും തിരമാലകളുമൊക്കെ അടിച്ച സമയത്ത് അവർ തണ്ടു വലിച്ചു വലയുകയാണ്. അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സന്ദർഭം അവർ ഇതിനു മുമ്പിൽ കണ്ടിട്ടില്ല, ഇതുപോലൊരു സാഹചര്യം അവർ നേരിട്ടിട്ടില്ല. അവിടെ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, പ്രൈസ് അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 29 വാക്യങ്ങൾ മുതൽ എടുത്ത് വായിക്കേണ്ട. മത്തായിയുടെ സുവിശേഷം 10:29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, പ്രൈസ് ദി ലോർഡ്, അവർ തണ്ട് വലിച്ചു വലയുന്നത് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്, യേശു കണ്ടു. യേശുവിൻ്റെ ശിഷ്യന്മാർ തണ്ട് വലിച്ചു വലയുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ കണ്ടു. അർത്ഥാൽ യേശു ഫിസിക്കലി ഈ പടകിൽ ഇല്ലായിരുന്നെങ്കിലും, പടകിൽ ഉണ്ടായിരുന്നില്ല, യേശു മലമുകളിലായിരുന്നു, യേശു മറ്റൊരിടത്തായിരുന്നു. എന്നാൽ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇവർ തണ്ടു വലിച്ചു വലയുന്നത് യേശു കണ്ടു. ഫ്രം ദ ഫാർ ഡിസ്റ്റൻസ്, wherever it may be, hallelujah, Jesus is rightly seeing his people, his disciple, striving in the storm. ആ വലിയ ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിൽ അവർ വലയുന്നത് യേശു കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഹിസ് വാച്ച്, അല്ലെങ്കിൽ ഗോഡ് ഈസ് കോൺസ്റ്റൻ്റ്ലി വാച്ചിങ്, പ്രൈസ് ദി ലോർഡ്, യുവർ പാത്സ്. നാം എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്, എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്, എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്, എല്ലാം ദൈവം നിരന്തരമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല എന്നാണ് തിരുവചനം വായിക്കുന്നത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, നമ്മൾ മയങ്ങിപ്പോയാലും എൻ്റെ വഴികൾ എപ്പോഴും ദൈവത്തിൻ്റെ സർവൈലൻസിലാണ്. ഹി ഈസ് കോൺസ്റ്റൻ്റ്ലി വാച്ചിങ് യുവർ പാത്സ്. അവൻ നിരന്തരമായി എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിരന്തരമായി കാണുന്നുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും പ്രതിസന്ധിയുടെ സമയത്തും യേശു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിരന്തരമായി യേശു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഏതെങ്കിലും വേദനകൾ അനുഭവിക്കുമ്പോഴും, ഏതെങ്കിലും വിഷയത്തിൽ പ്രയാസപ്പെടുമ്പോഴും, പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്തും ഒരു കാര്യം ഉറപ്പായി പറയാം, യേശു നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശു എന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ഫുട് പ്രിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടെന്നറിയാം. പല വീടുകളിലൊക്കെ ഇങ്ങനെ ബോർഡിലൊക്കെ അതിങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകും, ഫുട് പ്രിൻറ്റ്സ്. അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. ഒരിക്കൽ ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണ്. അതായത് ഹല്ലേലൂയ, അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപത്തിന് പകരം അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകൾ മാത്രമാണ് കാണുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അടുത്ത് തന്നെ മറ്റൊരു കാൽപ്പാടും കൂടെ കാണുകയാണ്, മറ്റൊരു വ്യക്തിയുടെ ഫുട് പ്രിൻറ്റ്സ് കൂടെ കാണുകയാണ്. ഈ മനുഷ്യന് വലിയൊരു ജിജ്ഞാസ ഉണ്ടായി. ഹൂ ഇസ് ദാറ്റ് അതർ പേഴ്സൺ ഹൂസ് ഫുട് പ്രിൻറ്റ്സ് ആർ ഇൻ ജസ്റ്റ് ബിസൈഡ് ടു മൈൻ? എൻ്റെ ഫുട് പ്രിൻറ്റ്സിൻ്റെ തൊട്ടരികിൽ ഇരിക്കുന്ന ഫുട് പ്രിൻറ്റ്സ് ആരുടേതാണ്? അപ്പോൾ അദ്ദേഹം ചോദിച്ചപ്പോൾ മറ്റേ ഫുട് പ്രിൻറ്റ്സിൽ നിന്ന് കിട്ടിയ മറുപടി ഇതാണ്: ഞാൻ നിൻ്റെ ദൈവമാണ്, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഐ ആം ഓൾസോ കമ്മിങ് വിത്ത് യു. അപ്പോൾ വളരെ സന്തോഷം തോന്നി ഈ വ്യക്തിക്ക്. തോന്നി, ഓ, എൻ്റെ ദൈവം എൻ്റെ കൂടെ വരുന്നല്ലോ. അങ്ങനെ നല്ല മണലാരണ്യത്തിലൂടെ, കടൽ തീരത്തിലൂടെ, നല്ല റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുടെ കാൽപാദത്തിൻ്റെ കൂടെ തന്നെ ആരുടെ കാൽപാദങ്ങളും കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിൻ്റെ കാൽപാദവും കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ, കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിയുടെ കാൽപാദങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞുള്ളൂ. ഓൺലി വൺ പേഴ്സൺസ് ഫുട് പ്രിൻറ്റ്സ്. അപ്പോൾ ഇദ്ദേഹത്തിന് വളരെ നിരാശ തോന്നി. കുറച്ച് ദൂരം ചെന്നപ്പോൾ വലിയ കല്ലുകളും മുള്ളുകളുമുള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കുമ്പോൾ ഒരാളിൻ്റെ കാൽപാദങ്ങൾ മാത്രമേ അവിടെ കാണുന്നുള്ളൂ. ഇദ്ദേഹം ദൈവത്തോട് പരാതി പറയാൻ തുടങ്ങി. ഞാൻ നല്ല മണൽത്തരിയിലൂടെ നടന്നപ്പോൾ, കടൽ തീരത്തിലൂടെ നടന്നപ്പോൾ, നല്ല റോഡിലൂടെ നടന്നപ്പോൾ നീ എൻ്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നല്ലോ, നിൻ്റെ കാൽപാദങ്ങൾ എനിക്ക് കാണാമായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ മുള്ളിൻ്റെയും കല്ലിൻ്റെയും മുകളിലൂടെ നടക്കുമ്പോൾ നീ എന്നെ ഇട്ടിട്ട് പോയല്ലോ, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയല്ലോ എന്ന് ഈ വ്യക്തി ദൈവത്തോട് പരാതി പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ മറുപടി ഇതാണ്: പ്രൈസ് ദി ലോർഡ്, മകനെ, നീ കാണുന്ന ഈ കാൽപാദങ്ങളുണ്ടല്ലോ, അത് നിൻ്റേതല്ല, അത് എൻ്റേതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ കാൽപാദങ്ങൾ എന്തിയെ എന്ന് ചോദിച്ചപ്പോൾ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ വഹിച്ചിരിക്കുകയാണ്. നിൻ്റെ കാൽപാദങ്ങളിൽ മുള്ളിൽ തട്ടാതെ, ഈ കല്ലിൽ തട്ടാതെ നിന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനായി ഞാനാണ് നിന്നെ ഉള്ളംകലിൽ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന കാൽപാദങ്ങൾ പ്രൈസ് ദി ലോർഡ് നിൻ്റേതല്ല, എൻ്റേതാണ്. ഞാൻ പറയാൻ വന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മുടേതായ ജീവിതത്തിൻ്റെ എല്ലാ യാത്രകളിലും എല്ലാ ഇടങ്ങളിലും അവൻ നമ്മെ നിരന്തരമായി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് പറയാം. ജീവിതത്തിൽ ഏതെങ്കിലും ഭാരങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക: ദൈവത്തിൻ്റെ സർവൈലൻസ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകുന്ന ട്രയൽസ്, നിങ്ങൾക്കുണ്ടാകുന്ന ടെംപ്ടേഷൻസ്, നിങ്ങളുടെ വിലാപങ്ങൾ, നിങ്ങളുടെ കരച്ചിലുകൾ എല്ലാം ദൈവം കാണുന്നുണ്ട്. God is constantly, praise the Lord, watching on you. മാത്രമല്ല, ദൈവത്തിൻ്റെ ഈ നോട്ടം, ഈവൻ ഹീ ഈസ് കണ്ടിന്യൂലി വർക്കിംഗ് ഓൺ അവർ പാത്വേസ്. നമ്മുടെ വഴികളിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടി അവൻ വഴികളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വഴികളിൽ അവൻ്റെ ചില പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. അവൻ വഴി കാണുക മാത്രമല്ല, വഴി എന്ത് ചെയ്യുന്നുണ്ട്? പലയിടങ്ങളിലും നമുക്ക് വേണ്ടി ചില വഴികൾ അവൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ചില വഴികൾ, ദൈവത്തിൻ്റെ വഴികൾ വളരെ അൺസർട്ടനായിട്ട് തോന്നും, ദൈവത്തിൻ്റെ വഴികൾ വളരെ വിചിത്രമാണെന്ന് തോന്നും. എന്നാൽ ഒരു കാര്യം പറയാം, ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ചില വഴികൾ നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കി തരുമ്പോൾ ഒരുപക്ഷെ അതൊരു അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുവരെ നമുക്ക് കാണാൻ കഴിയാത്തതായ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുന്നിൽ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില വഴികളിലൂടെ ദൈവം നമ്മെ നടത്തും. എന്നാൽ അതിൻ്റെ എല്ലാം അവസാനത്തിങ്കൽ ദൈവം നമ്മളെ വിവിധ അനുഭവങ്ങളിലൂടെ കൊണ്ടു നടക്കുകയാണ്. സോ ദർ ഈസ് നോ കോയിൻസിഡൻസ്. അതാണ് ഞാൻ പറയാൻ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഈ യാത്രയിൽ ഒരു കോയിൻസിഡൻസും ഉണ്ടാകുന്നില്ല. എല്ലായിടത്തും ദൈവത്തിൻ്റെ കരുതൽ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ വഴികളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയാം, ദർ ഈസ് നോ കോയിൻസിഡൻസ് ബട്ട് ദർ ഈസ് പ്രൊവിഡൻസ്. ഹല്ലേലൂയ. നാം പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ വഴികളുണ്ട്. ദൈവം നമുക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും ദൈവത്തിൻ്റെ വഴികൾ അത്ര പ്ലസൻറ്റ്ഫുൾ ആണെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നത്തില്ല. കാരണം നമുക്കതിൻ്റെ അതർ എൻഡ് കാണാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ വഴികൾ വിചിത്രമാണെന്ന് തോന്നും. ദൈവത്തിൻ്റെ വഴികൾ പലപ്പോഴും വളരെ
വ്യത്യസ്തമാണെന്ന് നമുക്ക് തോന്നും, പലപ്പോഴും അത്ര സന്തോഷകരമല്ല എന്ന് പലപ്പോഴും തോന്നും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഗോഡ്സ് വേ ഈസ് ഓൾവേസ് ദ റൈറ്റ്ഫുൾ വേ. ചിലപ്പോൾ അത് ജീവിതത്തിൽ അത്ര സൗകര്യപ്രദമായിരിക്കുകയില്ല, അത്ര സ്വീകാര്യമായിരിക്കുകയില്ല. ഇറ്റ് വോണ്ട് ബി ഗിവിങ് യു സച്ച് കൈൻഡ് ഓഫ് പ്ലഷർ. ചിലപ്പോൾ ചില ആനന്ദമൊന്നും വന്നെന്ന് വരികയില്ല, ചില അനുഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലെന്ന് വന്നേക്കാം. ഹല്ലേലൂയ. അതത്ര സന്തോഷകരമല്ല എന്ന് തോന്നിയാലും ഒരു കാര്യം ഞാൻ ഇന്ന് ഈ രാത്രികാലം നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ വഴി അത് നേരുള്ള വഴിയാണ്. ഒരുപക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ അത്ര സൗകര്യമല്ല എന്ന് തോന്നിയാലും, അത്ര വിഷമമുള്ള വഴികളാണെന്ന് തോന്നിയാലും, അത്ര ഭാരമുള്ള വഴിയാണെന്ന് തോന്നിയാലും, പ്രതിസന്ധി നിറഞ്ഞ വഴിയാണെന്ന് തോന്നിയാലും, ഒരു കാര്യം ഉറപ്പാണ്, ആ വഴി ശരിയായ വഴിയായിരിക്കും. അത് ശരിയായ വഴിയായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ഓർക്കും, കർത്താവേ എന്തുകൊണ്ട് എന്നെ ഈ വഴിയിലൂടെ നടത്തുന്നു, എന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു വഴിയിലൂടെ കൊണ്ടുവിടുന്നു, എന്നെ ഇങ്ങനെ എന്തിനു ഗൈഡ് ചെയ്യുന്നു, എന്നെ ഇങ്ങനെ എന്തിനാ മുമ്പോട്ട് നടത്തുന്നത് എന്ന് നമ്മൾ ചോദിച്ചാലും ഒരു കാര്യം ഞാൻ പറയാം, ആ വഴി ചിലപ്പോൾ ശരിയായ വഴിയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ വഴി തെറ്റിയെന്ന്. അല്ല, ചിലപ്പോൾ ആ വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചില മണ്ഡലങ്ങളായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് വനാന്തരങ്ങളിൽ കിടക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് അവൻ ഓർത്തില്ല ഈ വഴി എത്രയോ ഹല്ലേലൂയ ഘോരമായ വഴികളാണ്. എന്നാൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരു രാജാവിനെ ദാവീദിലൂടെ കാണാനായിട്ട് ദൈവത്തിന് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ്റെ വഴികൾ വിചിത്രമായിരുന്നെങ്കിലും ആ അവസാനത്തിങ്കിൽ അത് ശരിയായ നിലയിൽ അവനെ കൊണ്ടെത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരിക്കലൊരു ബാലൻ ഒരു നദിക്കരയിൽ നിന്നുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കളിക്കുന്ന വള്ളമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ വള്ളം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ബാലൻ്റെ കയ്യിൽ നിന്ന് ഈ വള്ളം വഴുതി ആ നദിയിലേക്ക് അങ്ങ് വീണു. അതിങ്ങനെ പെയ്യെ ഓളം തട്ടി മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചു പയ്യൻ അയ്യോ നിലവിളിച്ച്, എൻ്റെ കളിപ്പാട്ടം, എൻ്റെ ഈ വള്ളം ഒഴുകിപ്പോകുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട്, അല്പം കൂടെ മുതിർന്ന ഒരുത്തൻ വന്നിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ, വലിയ കല്ലുകൾ നോക്കി ഈ കൊച്ചു വള്ളത്തിന് നേരെ ഇങ്ങനെ എറിയുകയാണ്. അപ്പോൾ ഈ കൊച്ചു പയ്യൻ പറഞ്ഞു, നീ എന്ത് പണിയാ കാണിക്കുന്നത്? എൻ്റെ വള്ളം നാണ്ട് ഈ നദിയിലൂടെ ഒഴുകി പോകുന്നത് കണ്ടില്ലേ, നീ എന്തിനാ കല്ല് വാരി എറിയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ വലിയ മകനും പറഞ്ഞു, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ എന്താ ചെയ്യുന്നറിയാമോ, ഈ നിൻ്റെ ചെറിയ വള്ളത്തിൻ്റെ അപ്പുറത്ത് ഞാൻ ചില കല്ലുകൾ ഇട്ടിട്ട് അവിടെ ചില ഓളങ്ങൾ ഉണ്ടാക്കുകയാണ്. ആ ഓളം ഉണ്ടാക്കുമ്പോൾ നിൻ്റെ ചെറിയ പടക് ഈ കരയിലോട്ട് അടുക്കാനായിട്ട് ഇടയായിത്തീരും. അതിൻ്റെ മുമ്പിൽ ചില ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ, ഒരുപക്ഷെ അതിനൊരു വലിയ ക്ഷീണം ഉണ്ടാകുമെന്ന് തോന്നിയാലും അത് പെയ്യെ നിന്റെ കരത്തിലേക്ക് വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതുപോലെ പല ഓളങ്ങൾ തട്ടുന്ന സമയത്തും ഒരു കാര്യം നിശ്ചയമാണ്, ദൈവമാണ് എൻ്റെ വഴികളെ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ, ദൈവമാണ് എൻ്റെ വഴികളുടെ മേൽ വർക്ക് ചെയ്യുന്നെങ്കിൽ, ഇറ്റ് മേ ബി അൺപ്ലസൻറ്റ്ഫുൾ അറ്റ് സർട്ടൻ ടൈം, ബട്ട് ദാറ്റ് വുഡ് ബി ദ റൈറ്റ് പാത്ത്. അതാണ് ശരിയായ വഴി. മാത്രമല്ല, ദൈവം നമ്മുടെ വഴിയുടെ ഒരറ്റത്ത് ദൈവം ഹീസ് കോൺഫിഡൻ്റ്ലി വെയിറ്റിംഗ് അറ്റ് ദി അതർ എൻഡ് ഓഫ് അവർ പാത്ത്സ്. നമ്മുടെ വഴിയുടെ അങ്ങേ അറ്റത്ത് ദൈവം വളരെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. എന്തിനാ പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഇവൻ ഞാൻ വരച്ച വഴിയിലൂടെ സഞ്ചരിച്ച് വന്നാൽ, ഇവൻ ഞാൻ ഒരുക്കിയ വഴിയിലൂടെ ഇവൻ വഴി നടന്നു വന്നാൽ, പ്രൈസ് ദി ലോർഡ്, അവൻ ഹല്ലേലൂയ ക്രിസ്തുവിൽ തികഞ്ഞവനായി അവൻ പുറത്തു വരുമെന്ന് ദൈവം വരച്ച വഴിയുടെ അറ്റത്ത് ദൈവം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഹി ഈസ് വെയിറ്റിംഗ് വെരി കോൺഫിഡൻ്റ്ലി അറ്റ് ദി അതർ എൻഡ് ഓഫ് യുവർ വേസ് ആൻഡ് എക്സ്പെക്ടിങ് ദാറ്റ് യു വിൽ ബി മെച്യൂർ ടു ഇമേജ് യുവർ സെൽഫ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിനെ പോലെ നിങ്ങളുടെ രൂപം, നിങ്ങളുടെ ഹല്ലേലൂയ പ്രതിച്ഛായ യേശുവിനെ പോലെ ആയി, യേശുവിൻ്റെ സാദൃശ്യം നിങ്ങളിൽ ഉണ്ടായി ആ വഴിയിലൂടെ വരുമെന്ന് ദൈവം ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും ദൈവം വരയ്ക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കാതെ, പ്രൈസ് ദി ലോർഡ്, നമുക്കിഷ്ടം തോന്നിയ വഴിയിലൂടെ പോകുമ്പോൾ നമ്മളിൽ ഒരിക്കലും പോലും ആ ക്രിസ്തുവിൻ്റെ തികവ് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മളിൽ പലപ്പോഴും ആ ക്രിസ്തുവിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, ഹല്ലേലൂയ, ഞാനോ കുറയണം, നീയോ എന്നിൽ വളരണം. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ഞാനൊന്ന് കുറഞ്ഞെങ്കിലേ ഹല്ലേലൂയ അവൻ വളരാൻ കഴിയത്തുള്ളൂ. ദൈവം
ദൈവം ഒരുക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ എന്നെ തന്നെ ഒന്ന് കുറവ് വരുത്തിയിട്ട് എന്നിൽ ആരുടെ വളർച്ച ഉണ്ടാകണം, ദൈവം എന്നിൽ, ക്രിസ്തു എന്നിൽ വളരാനായിട്ട് ഇടയായി തീരണം. പലപ്പോഴും ക്രിസ്തുവിന് നമ്മുടെ മേൽ വളരാൻ കഴിയാത്തത് കൊണ്ട്, ഞാൻ എൻ്റേതായ പല നിലയിൽ വളരുന്നത് കൊണ്ട് ക്രിസ്തു എന്നിൽ വളരുന്നില്ല. അപ്പോൾ why you need to draw to Jesus Christ, യേശുവിൻ്റെ അടുക്കലേക്ക് നീ എന്തുകൊണ്ട് കടന്നു വരണം, ധൈര്യത്തോടെ കടന്നു വരണം? അതിൻ്റെ ഒറ്റ കാര്യം, ഒന്നാമത്തെ കാര്യമാണ് he is able to see your pathways. എൻ്റെ വഴികൾ നന്നായി കാണുന്നവനാണ് എൻ്റെ കർത്താവ്. എൻ്റെ വഴികൾ കാണുക മാത്രമല്ല, he is walking with me, എൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ സഞ്ചരിക്കുന്നുണ്ട്. he is working on my paths, എൻ്റെ വഴികൾ മേൽ അവൻ പ്രവർത്തിക്കുന്നുണ്ട്. and he is waiting at the end of my ways, എൻ്റെ വഴിയുടെ അവസാനത്തെങ്കിൽ അവൻ കാത്തിരിക്കുകയാണ്. ക്രിസ്തുവിൽ തികഞ്ഞവനായി പുറത്തു വരുന്നുണ്ടോ എന്ന് കണ്ടുകൊണ്ട് അവൻ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് മാത്രമല്ല, why we need to draw near to Jesus, യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എന്തുകൊണ്ടാണ് വീണ്ടും നമ്മൾ അടുത്ത് ചെല്ലേണ്ടത്? രണ്ടാമത്തെ ഒരു കാര്യം, അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനാണ്. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, he is able to sense our pains. ഒന്ന്, he is able to see our pathways ആയിരുന്നെങ്കിൽ, രണ്ട്, he is able to sense നമ്മുടെ വേദനകൾ മറ്റാരേക്കാളിലും അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഒരുപക്ഷെ നമ്മുടെ കൂടപ്പിറപ്പോ, ഹല്ലേലൂയ, നമ്മുടെ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ആരും എൻ്റെ വേദനകൾ അറിഞ്ഞില്ലെങ്കിലും എൻ്റെ വേദനകൾ നന്നായി അറിയാൻ കഴിയുന്ന, എൻ്റെ കുറവുകൾ നന്നായിട്ട് കാണാൻ കഴിയുന്ന, എൻ്റെ ബലഹീനതകളിൽ എന്നോട് സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ യേശു. അതുകൊണ്ട് എൻ്റെ വേദന മറ്റൊരാളെക്കാട്ടിലും നന്നായി അറിയാൻ കഴിയുന്ന ഒരുവൻ കൊണ്ട് ഞാൻ അവൻ്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ ചെല്ലും. കാരണം എൻ്റെ വേദന നന്നായി അറിയാവുന്നവൻ അവൻ മാത്രമാണ്. He feels our pain. അവൻ നമ്മുടെ വേദനകൾ നന്നായി അറിയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായത്തിൽ 55 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തേഫാനോസിനെ കൊല്ലുന്ന ഒരു രംഗം നമുക്കവിടെ കാണാം. സ്തേഫാനോസിനെ ഹല്ലേലൂയ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ഒരു രംഗം അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്. ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവർത്തികൾ 7:55 ഒന്ന് വായിച്ചാട്ട്. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും, യേശു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ വേദനകൾ, സ്തേഫാനോസ് കല്ലെറിയപ്പെട്ട് കൊല്ലപ്പെടുന്ന സമയത്ത് സംഭവിച്ച സംഭവം എന്തെന്ന് ചോദിച്ചാൽ, സ്വർഗം എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. എന്നിട്ട് ആര് നോക്കുകയാണ്? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പുത്രൻ എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് നിന്ന് സ്തേഫാനോസിനെ വീക്ഷിക്കുകയാണ്. നമ്മൾ തിരുവചനം പരിശോധിച്ച് നോക്കിയാൽ പുത്രനായ അല്ലെങ്കിൽ ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു എന്നാണ് പലയിടത്തും നമ്മൾ വായിക്കുന്നത്. എല്ലായിടത്തും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ സ്തേഫാനോസിനെ കൊല്ലുന്ന ആ സന്ദർഭത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഹീ ഈസ് നോട്ട് സിറ്റിംഗ് ബട്ട് ഹീ ഈസ് സ്റ്റാൻഡിങ്. അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പോയിന്റ് ഓഫ് റെഫറൻസ്, ഒരു ബഹുമാനത്തിൻ്റെ അടയാളമാണ്. യേശു തൻ്റെ സിംഹാസനത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കാരണം തൻ്റെ ഭക്തൻ ഇതാ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ പോവുകയാണ്. അവൻ്റെ വേദനകൾ അറിയാൻ കഴിയുന്ന, അവൻ്റെ വേദനകളുടെ അനുഭവം കാണാൻ കഴിയുന്ന പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന പുത്രൻ എഴുന്നേറ്റ് നിന്ന് അവൻ്റെ വേദനകളോട് സഹതാപം കാണിച്ചുകൊണ്ട് അവൻ എഴുന്നേൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, പൗലോസ് ഹല്ലേലൂയ പലപ്പോഴും ദൈവജനത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ശബ്ദം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച്, ഇൻ ദ റോഡ് ടു ദ ഡമസ്കോസ്, അവിടെ വെച്ച് പൗലോസ് കേട്ട വാക്ക് ഇത് ഇങ്ങനെയല്ല, നീ എന്തുകൊണ്ട് എൻ്റെ ആൾക്കാരെ ഉപദ്രവിക്കുന്നു
ഉപദ്രവിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ആൾക്കാരെ ഉപദ്രവിക്കുന്നു എന്നല്ല യേശുവിൽ നിന്നുള്ള വാക്ക് കേട്ടത്. നീ എന്നെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു? വൈ യു പെർസിക്യൂട്ട് മീ? എന്നെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു? കാരണം യേശുവിന് നമ്മുടെ വേദനകൾ വഹിക്കാൻ കഴിയുന്നുണ്ട്. യേശുവിന് നമ്മുടെ വേദനകൾ അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പൗലോസിനോട് പറയുന്ന വാക്ക്, നീ എന്നെ എന്തുകൊണ്ട് ഉപദ്രവിക്കുന്നു? He can feel the pain of his people. അവൻ്റെ ആളുകളുടെ വേദന അവന് അറിയാൻ കഴിയും. മാത്രമല്ല, അവൻ നമ്മുടെ വേദനകൾ അറിയുക മാത്രമല്ല, യേശു അക്ഷരാർത്ഥത്തിൽ ഈ ഭൂമിയിലായിരുന്നപ്പോൾ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നതായ എല്ലാ വേദനകളും അനുഭവിച്ചവനാണ്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, അവൻ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് ഒന്നാമത്തെ അവൻ്റെ വേദന എന്തെന്ന് ചോദിച്ചാൽ പരീക്ഷണത്തിൻ്റെ വേദനയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാം ഉണ്ടാകുമല്ലോ ടെംപ്ടേഷൻ, പരീക്ഷണങ്ങൾ. ഹല്ലേലൂയ. പരീക്ഷണയുടെ വേദന അവൻ മരുഭൂമിയിൽ അനുഭവിച്ചവനാണ്. 40 ദിവസം ഉപവസിച്ച ശേഷം അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. ഒരു പരീക്ഷകൻ അവൻ്റെ അടുക്കൽ വന്ന് ഒരു പരീക്ഷയുടെ വേദന അവൻ അനുഭവിച്ചവനാണ്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, ഒരു റിജക്ഷൻ ഉണ്ടാകുമ്പോഴുള്ള വേദന. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ നമ്മെ കൈവിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദനയില്ലേ? അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിടക്കെന്ന് ചൊല്ലുന്ന, നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരു വേദനയില്ലേ? അവൻ്റെ സ്വന്തമായവൻ അവനെ ഉപേക്ഷിച്ചു, അവൻ്റെ ഭവനക്കാർ അവനെ ഉപേക്ഷിച്ചു, അവൻ്റെ വീട്ടുകാർ അവനെ ഉപേക്ഷിച്ചു. അപ്പോൾ യേശു റിജക്ഷൻ്റെ പെയിൻ അനുഭവിച്ചറിഞ്ഞവനാണ്. എങ്ങനെ ഒഴിവാക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനകൾ അവൻ അനുഭവിച്ചറിഞ്ഞു. അതുമാത്രമല്ല, ദാരിദ്ര്യത്തിൻ്റെ വേദന എന്ത് ചെയ്യുന്നു? യേശു അനുഭവിച്ചറിഞ്ഞു. പല സന്ദർഭങ്ങളിലും യേശുവിൻ്റെ ദാരിദ്ര്യത്തെ വിളിച്ചറിയിക്കുന്ന കാര്യങ്ങളുണ്ട്. യേശു ഹല്ലേലൂയ വളരെ പാവപ്പെട്ട അനുഭവത്തിൽ ജീവിച്ച അനവധി ഭാഗങ്ങൾ തിരുവചനത്തിലൂടെ കാണാൻ കഴിയുന്നു. യേശു ഒരു സമൃദ്ധിയുടെ മണ്ഡലത്തിലല്ല ജീവിച്ചിരുന്നത്. യേശു ഹല്ലേലൂയ വളരെ ദാരിദ്ര്യം നിറഞ്ഞതായ അവസരങ്ങളിലാണ് തനിക്ക് റോമ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കാനുള്ള പണം പോലും ആരുടെ കയ്യിലില്ലായിരുന്നു? യേശുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത്രമാത്രം ദാരിദ്ര്യം അനുഭവിച്ചവനാണ് യേശു. മാത്രമല്ല, ഉള്ളിൽ പലപ്പോഴും വേദനകൾ, നിരാശകൾ, കരച്ചിലുകൾ ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ യേശുവിനുണ്ട്. നമ്മൾ വായിക്കുന്നത്, യേശു കണ്ണുനീർ വാർത്തു. പ്രൈസ് ദി ലോർഡ്. ലാസർ മരിച്ച സമയത്ത് യേശു വിലപിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് വരുന്ന, അല്ലെങ്കിൽ യേശു ലാസർ മരിച്ച വാർത്ത കേട്ടപ്പോൾ യേശു ഉള്ളിൽ കരഞ്ഞു. യേശുവിന് വിലാപങ്ങളുടെ, ഗ്രീഫിൻ്റെ, വേർപാടിൻ്റെ വേദന അറിഞ്ഞവനാണ് യേശു. മാത്രമല്ല, ഏകാന്തത. ഏത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഏകാന്തതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗെത്സമനയുടെ തോട്ടത്തിൽ വെച്ചുകൊണ്ട് യേശു നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ്: ഹല്ലേലൂയ, പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്ത്? പ്രൈസ് ദി ലോർഡ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. ഹല്ലേലൂയ. പിതാവ് യേശു ഗെത്സമന തോട്ടത്തിൽ തൻ്റെ ലോൺലിനെസ്സിൻ്റെ വേദന അനുഭവിപ്പാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പരീക്ഷണത്തിൻ്റെ വേദന അനുഭവിച്ചു, റിജക്ഷൻ ത്യജിക്കപ്പെടുന്നതിൻ്റെ വേദന അവൻ അനുഭവിച്ചു, ദാരിദ്ര്യത്തിൻ്റെ വേദന അവൻ അനുഭവിച്ചു, വേർപാടിൻ്റെ വേദന അവൻ അനുഭവിച്ചു, ഏകാന്തതയുടെ വേദനകൾ അവൻ അനുഭവിച്ചു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലിസ്റ്റിൽപ്പെടാത്ത വേറെ ഏതെങ്കിലും വേദനകൾ നമുക്ക് അനുഭവിക്കാനായിട്ടുണ്ടോ? നമ്മുടെ കർത്താവ് ഹല്ലേലൂയ, ഹി ഈസ് വെരി ഫെമിലിയർ വിത്ത് അവർ പ്രോബ്ലംസ്. നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് അവൻ വളരെ ഫെമിലിയർ ആണ്. ഹല്ലേലൂയ. വിലാപങ്ങൾ അവൻ അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ദാരിദ്ര്യം അവൻ അറിഞ്ഞിട്ടുണ്ട്, വേർപാട് അവൻ അറിഞ്ഞിട്ടുണ്ട്, നിരാശ അവൻ അറിഞ്ഞിട്ടുണ്ട്, ഏകാന്തത അവൻ അറിഞ്ഞിട്ടുണ്ട്, ത്യജിക്കപ്പെടുന്നത് അവൻ അറിഞ്ഞിട്ടുണ്ട്. സോ ഹി ഈസ് വെരി ഫെമിലിയർ വിത്ത് ഓൾ അവർ പ്രോബ്ലംസ്. നമ്മുടെ സകല വിഷയങ്ങളും അവൻ ശരീരത്തിൽ അനുഭവിച്ചിട്ടുള്ളവനാണ്. So he feels our pain and he is very familiar with our own problems. അങ്ങനെയെങ്കിൽ പൗലോസിൻ്റെ വാക്ക് ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് ചെല്ല എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, എന്നെ ഒരിക്കൽ കൂടി ധൈര്യത്തോടെ ചെല്ലാനായിട്ട് ഉറപ്പിക്കുന്ന, ധൈര്യത്തോടെ ചെല്ലാനായി എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം, he is very much able to sense my pain. എൻ്റെ വേദനകൾ നന്നായി അറിയാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മെക്കാട്ടിലധികമായി എൻ്റെ വേദനകൾ, മറ്റാരെക്കാട്ടിലും അധികമായി എൻ്റെ വേദനകൾ അറിയാൻ കഴിയുന്ന ഒരു കർത്താവിനെ ആശ്രയിക്കാൻ പറ്റിയതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് പോകുക. ഡ്രോ നിയറർ ടു ഹിം. ഹല്ലേലൂയ. കോൺഫിഡൻ്റ്ലി ഡ്രോ നിയറർ ടു ഹിം. അവൻ്റെ അടുക്കലേക്ക് എന്ത് ചെയ്യുക? നാം ചെല്ലുക. പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കാര്യം, why you need to draw
നിയർ ടു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അടുക്കിലേക്ക് എന്തുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ ചെല്ലണം? മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കുകളെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹീ ഈസ് ഏബിൾ ടു സോൾവ് യുവർ പ്രോബ്ലംസ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന അവനെപ്പോലെ മറ്റൊരു ദൈവം ഇല്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ്. 16-ാമത്തെ വാക്യം വായിച്ച് നിർത്താം. പ്രൈസ്. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലും. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാനുമായി. Praise the Lord, because He is the one who is able to solve my problems. അവിടെ വായിക്കുന്നൊരു വാക്കിതാണ്, കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ. Draw nearer to that throne. ആ കൃപാസനത്തിന്, ആസനത്തിൻ്റെ അരികിലേക്ക് ചെല്ലുക. Throne is directly a symbol of power. പ്രൈസ് ദി ലോർഡ്. കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് വരിക, ആ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് വരിക. സിംഹാസനം ഒരു രാജകീയ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. രാജാവിൻ്റെ അടുക്കൽ വന്നിട്ട് പ്രൈസ് ദി ലോർഡ്, രാജാവിന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല അത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. രാജാവിന് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രജയ്ക്ക് അവൻ്റെ അപേക്ഷയുടെ മുമ്പിൽ അത് ഈ കാര്യം സാധിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് ഒരു രാജാവിന് പറയാൻ കഴിയത്തില്ല. കാരണം രാജാവ് സകല അധികാരത്തിൻ്റെയും ഉന്നതമായ ഒരു അനുഭവമാണ്, സകല ശക്തിയുടെയും ഉന്നതമായ ഒരു അനുഭവമാണ് രാജാവ്. അങ്ങനെയെങ്കിൽ പൗലോസ് പറയുകയാണ്, ഞാൻ ആ കൃപയുടെ സിംഹാസനത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനായിട്ട് ഓർപ്പിക്കുമ്പോൾ അതെന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അവൻ്റെ പക്കൽ ശക്തിയുണ്ട്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള എല്ലാവിധ ശക്തിയും അവനിൽ നിന്ന് പുറപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പാപങ്ങളെ കഴുകി കളയാൻ കഴിയുന്ന ഒരു ക്ലെൻലിനെസ്സിൻ്റെ പവർ അവൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ പക്കൽ സ്വർഗത്തിൻ്റെ സകല അധികാരത്തിൻ്റെയും ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്നെ താണക്കുഴിയിൽ നിന്ന് ഉയർത്താൻ കഴിയുന്നതായ ഒരു ശക്തി അവൻ്റെ പക്കലുണ്ട്. പർവ്വതങ്ങൾ മാറി സമുദ്ര വീഴത്തക്കവണ്ണമായുള്ള ശക്തി അവൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം ശക്തിയുള്ള ദൈവമാകയാൽ, ആ ശക്തിയുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് ഏബിൾ ടു സോൾവ് അവർ പ്രോബ്ലംസ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ 3 കാരണങ്ങൾ പോരെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് ചെല്ലാനായി. These 3 reasons are very valid so that we can draw nearer to Jesus Christ. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഹി ഈസ് ഏബിൾ ടു സീ മൈ പാത്വേസ്. എൻ്റെ വഴികളെല്ലാം കാണാൻ കഴിയുന്ന ഒരുവനാണ്. ഹി ഈസ് കണ്ടിന്യൂലി വാച്ചിങ്. ഹി ഈസ് വാച്ചിങ് മൈ വേസ് ആൻഡ് ഹി ഈസ് കണ്ടിന്യൂലി വർക്കിംഗ് ഓൺ മൈ വേസ് ആൻഡ് ഹി ഈസ് കോൺഫിഡൻ്റ്ലി വെയിറ്റിംഗ് അറ്റ് ദി എൻഡ് ഓഫ് മൈ വേസ്. അവിടെ എല്ലാം എൻ്റെ കർത്താവ് എൻ്റെ വഴികളെ ഹല്ലേലൂയ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അവൻ വഴികളെ കാണുന്നവനല്ല, എൻ്റെ വേദനകൾ. ഹി ഈസ് ഏബിൾ ടു സെൻസ് മൈ പെയിൻ. അവൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എൻ്റെ വേദനകൾ മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അറിയാം. ഹി ഫീൽസ് അവർ പെയിൻ ആൻഡ് ഓൾസോ ഹി ഈസ് വെരി ഫെമിലിയർ വിത്ത് ഓൾ അവർ പ്രോബ്ലംസ്. എൻ്റെ എല്ലാ വേദനകളുമായിട്ട് അവന് താതാത്മ്യപ്പെടാനായിട്ട് കഴിയും. മാത്രമല്ല, ഹി ഈസ് ഏബിൾ ടു സോൾവ് യുവർ പ്രോബ്ലംസ്. എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തിനും ഒരു മനുഷ്യൻ പരിഹരിക്കുന്നതിനെക്കാട്ടിൽ അധികമായി എൻ്റെ ദൈവത്തിന് പരിഹരിക്കാൻ കഴിയും, എൻ്റെ കർത്താവിന് പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ധൈര്യത്തോടെ ആ കൃപാസനത്തിലേക്ക് ചെല്ലുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവസ്ഥലം സമർപ്പിച്ചു കൊടുത്താട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ കർത്താവിനെ പിൻപറ്റണം, എന്തുകൊണ്ട് ഞാൻ ഈ ദൈവത്തെ വിശ്വസിക്കണം, വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ഐ കുഡ് ബിലീവ് ഇൻ ദിസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈ ജീസസ് ഈസ് വർത്തി ഓഫ് മൈ ഫെയ്ത്ത്. എൻ്റെ വിശ്വാസത്തിന് പര്യാപ്തമായ യോഗ്യത എൻ്റെ യേശുവിലുണ്ട്. പ്രിയരെ, എൻ്റെ യേശു ഹല്ലേലൂയ നമ്മുടെ വഴികളെ അറിയുന്നവനാണ്. എൻ്റെ യേശു നിങ്ങളുടെ വേദനകളെ അറിയുന്നവനാണ്. എൻ്റെ യേശുവിന് കഴിയാത്തൊരു കാര്യവുമില്ല. അവൻ സകലതും സാധിപ്പിക്കുന്ന ഒരു ദൈവമാകയാൽ എൻ്റെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാം. ഇന്ന് രാത്രികാലം ചിലരോടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയമായിട്ട് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ വിവിധങ്ങളായ ഭാരങ്ങൾ, പ്രയാസങ്ങൾ
ഒക്കെയും കടന്നു പോകുന്ന അനവധി പ്രിയപ്പെട്ടവർ ഈ ആലയത്തിനുള്ളിൽ കടന്നു വന്നിട്ടുണ്ട്. You might have different questions before you. പല ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കാം, പല പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ അഭിമുഖീകരിക്കുന്നുണ്ടാകാം. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ വഴികൾ ദൈവം അറിയുന്നുണ്ട്, നിങ്ങളുടെ വേദനകൾ ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശക്തിയുള്ളവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് ചേർന്ന് നിൽക്കാം, ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചേരാം. പ്രൈസ് ദി ലോർഡ്. തിരുവചനം വായിക്കുന്നത്, ഹല്ലേലൂയ, എന്നോട് പറ്റിയിരിക്കുന്നവനെ ഞാൻ വിടുവിക്കും, എന്നോട് അടുത്ത് വരുവിൻ, ഞാൻ അവരെ വിടുവിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം അവൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാൻ കഴിയുമോ? അവൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് ചെല്ലാൻ കഴിയുമോ? നമ്മുടെ പ്രാപ്തി കൊണ്ടോ നമ്മുടെ കഴിവിനെക്കാട്ടിൽ അപ്പുറത്തായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ ഒരു നിമിഷം ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തെ ഒന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്താട്ട്, എൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ എന്നെ സഹായിക്കാൻ, എന്നെ ശക്തീകരിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും എൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് വിചാരപ്പെടുന്ന മണ്ഡലത്തിലും എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ശക്തിയുള്ള ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ശക്തിയുള്ള ദൈവത്തെ ഇന്ന് ഈ രാത്രികാലം ആശ്രയിപ്പാനായിട്ട് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. എൻ്റെ വഴികൾ കാണുന്ന, എൻ്റെ വഴികൾ അറിയുന്ന, എൻ്റെ വഴികൾ ഹല്ലേലൂയ കോൺസ്റ്റന്റ്ലി വാച്ച് ചെയ്യുന്ന ആ ദൈവത്തെ നമുക്കൊന്ന് ആശ്രയിക്കാം. എൻ്റെ വേദനകൾ നന്നായി അറിയുന്ന, എൻ്റെ വേദനകൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആ കർത്താവിനെ നമുക്കൊന്ന് ആരാധിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ.